ഇന്ന് വന്നേക്കുന്ന വർക്ക് ഒരു ക്ലച്ചാട്ടോ. അതും പഴയ മോഡൽ i20, പഴയ i20. അതിൻ്റെ ക്ലച്ച് തീർന്നു. അപ്പം ക്ലച്ച് മാറാൻ വന്ന ഗിയർ ബോക്സൊക്കെ ഇറക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പണി തിരക്കായതുകൊണ്ടും പിന്നെ അർജൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതൊന്നും പണി ഇറക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് ഒരു ബോൾട്ട് ഉണ്ടായിരുന്നു ക്ലച്ചിൻ്റെ, അതഴിക്കുന്ന തൊട്ടാണ് പിന്നെ എടുത്ത്. പിന്നെ സ്റ്റഡിൽ നിന്ന് ക്ലച്ച് ഇറക്കുന്ന വീഡിയോ പിന്നെ അതേ ഉള്ളതെന്ന് എടുക്കാൻ. ഗിയർ ബോക്സൊക്കെ പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ക്ലച്ച് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു പൊടിയുണ്ട്, ക്ലച്ചിൻ്റെ പൊടി ഒരിക്കലും ദേഹത്ത് വീഴരുത്. ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ചൊറിഞ്ഞ് നമ്മുടെ ഇടപാട് തീരും. ഒരു നമ്മൾ മുളയുടെയൊക്കെ ഒരു ചെറിയൊരു പൊടിയുണ്ടല്ലോ, അതിൻ്റെ കൂട്ടാണ് ഇതിൻ്റെയും ക്ലച്ചിൻ്റെ ഒരു പൊടിയും വരും. അതിങ്ങനെ ക്ലച്ച് ഇങ്ങനെ ഒടിഞ്ഞ് അതിൻ്റെ ഒരു നൂല് പോലെ ഇരിക്കും. അത് നമ്മൾ ദേഹത്ത് കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും. അപ്പം നമ്മളത് ക്ലച്ച് ഇറക്കുമ്പോൾ അതെല്ലാവരും മെക്കാനിക്കാരും ശ്രദ്ധിക്കാറുള്ളത്, അത് എല്ലാം പൊടിഞ്ഞ് ക്ലച്ച് അങ്ങ് അറ്റം തീർന്ന് പൊടിഞ്ഞ് ഏത് അവസ്ഥയിലിരിക്കുക നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ സൈഡിലോട്ടൊക്കെ ഒന്ന് മാറിയെന്ന് അഴിക്കാവുള്ളൂ. ഇതിപ്പം സ്റ്റഡിയിൽ നിന്ന് ഇറക്കുന്നില്ല, അതാണെങ്കിൽ ഇത്രയും പാട്. ഒരു സ്റ്റഡിയിൽ നിന്ന് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇത് ഇറങ്ങി കറക്റ്റിൻ്റെ കയ്യിൽ വന്നു. പൊടി ദേഹത്ത് വീഴാതിരിക്കാനാണ് ഇങ്ങനെ ഇറക്കുന്നത് കേട്ടോ. അല്ലാതെ പിന്നെ അത് താഴോട്ട് വീഴുകയും ചെയ്യും. നമ്മുടെ കാലിലൊക്കെ വന്നായിരിക്കും വീഴുന്നത്. അപ്പോൾ അതിനങ്ങനെ പിടിച്ചേക്കുന്നത്. ഇത് ഫ്ലൈ വീല്. അപ്പം ഫ്ലൈ വീലിനൊന്നും കുഴപ്പമില്ല. പിന്നെ ചെറിയ സ്ലിപ്പിങ് ഉണ്ട്, അതിലും കൊണ്ട് പാട് കണ്ടോ, ക്ലച്ച് സ്ലിപ്പായത്. ഇതിന് വരുന്ന ഹുണ്ടായുടെ കിയയുടെ ക്ലച്ചാട്ടോ. കിയയും ഹുണ്ടയൊക്കെ ഒരേ കമ്പനിയല്ലേ. ഇത് ക്ലച്ച് സ്ലിപ്പായതാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.